77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ ഭാരതം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കുന്ന പരേഡിന് സാക്ഷ്യം വഹിച്ച് കർത്തവ്യപഥ്. പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ഡെർ ലെyen, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവർ മുഖ്യാതിഥികളായി. And that will be followed by 2 minutes of silence. Silence, solemn, still, tranquil. While a billion hearts beat, some now lie still, as gratitude, homage and honor call the silence, simply saying it all. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിമാരും ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലി നൽകിയവർക്ക് മുൻപിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മുഖ്യാതിഥികളായ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോനയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും അംഗരക്ഷകരുടെ അകമ്പടിയോടെ കർത്തവ്യപഥിലെ വേദിയിലേക്കെത്തി. രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തിയതിന് പിറകെ ഭാരതം സൈനികപരമായി എത്രത്തോളം ശക്തമാണെന്നും സാംസ്കാരിക വൈവിധ്യത്തിൽ എത്രത്തോളം സമ്പന്നമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് പരേഡ് അരങ്ങേറി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ പതിവ് മാർച്ച് പാസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധമുഖത്തെ വിന്യാസത്തിന് സമാനമായിട്ടായിരുന്നു സൈന്യത്തിന്റെ പരേഡ്. हितेश मेहता की कमान में अर्जुन MK1 मुख्य युद्धक टैंक और साथ में है नाग मिसाइल सिस्टम MK2, 17 मैकेनाइज्ड इन्फेंट्री रेजिमेंट के लेफ्टिनेंट शशांक शर्मा के नेतृत्व में शक्तिबाण और दिव्यास्त्र वाहन भारत की नई पीढ़ी के मानव रहित वॉरहेड शस्त्रागार को शक्तिबाण और दिव्यास्त्र वाहनों के माध्यम से देखा जा सकता है. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയനും സൈന്യത്തിന്റെ ആനിമൽ കണ്ടിജന്റും പീരങ്കി, ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോണുകൾ, ലോയിറ്റർ യുദ്ധോപകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ച ശക്തിബൻ റെജിമെന്റും ആദ്യമായി പരേഡിൽ പങ്കെടുത്ത് ശ്രദ്ധയാകർഷിച്ചു. രാജ്യത്തിന്റെ മിസൈൽ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു സൂര്യസ്ത്ര റോക്കറ്റ് ലോഞ്ചറിന്റെ അരങ്ങേറ്റം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച S-400 വ്യോമ പ്രതിരോധ സംവിധാനവും ബ്രഹ്മോസ് മിസൈൽ കണ്ടിജന്റും പ്രതിരോധ സേനയുടെ കരുത്ത് പ്രകടമാക്കി. ആകാശത്ത് റഫാൽ, സുഖോയ്, MiG-29, ജാഗ്വാർ വിമാനങ്ങൾ അണിനിരുന്ന സിന്ദൂർ ഫോർമേഷൻ മറ്റൊരു പ്രത്യേകതയായിരുന്നു. വന്ദേമാതരം, ആത്മനിർഭർ ഭാരത് എന്നീ ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും 30 നിശ്ചല ദൃശ്യങ്ങൾ കർത്തവ്യപഥിൽ അണിനിരന്നു. വന്ദേമാതരത്തിന്റെ 150ാം വർഷത്തിൽ 2500 കലാകാരന്മാർ വന്ദേമാതരത്തിന്റെ ദൃശ്യാവിഷ്കാരവും റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ചു. ജനം, ഡൽഹി.